തിരുവനന്തപുരം മേയറെ വേദിയിലിരുത്തി തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി അമൃത് പദ്ധതികളെ വിമർശിച്ച് കടകംപള്ളി സുരേന്ദ്രൻ MLA. ബ്രൂട്ടസ് നീ എന്നെ തള്ളി പറയാണല്ലേ? എനിക്ക് മടുത്തടാ. ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവാ. അതിൽ എനിക്ക് വലിയ പരാതിയൊന്നുമില്ല. വർഷങ്ങളായി തലസ്ഥാനത്തെ റോഡുകൾ പൊളിച്ചിട്ടിരിക്കുന്നു. പദ്ധതികളിൽ വലിയ വീഴ്ചയാണ് സംഭവിച്ചത്. വികസന പദ്ധതികളുടെ പേരിൽ നഗരത്തെ ശ്വാസം മുട്ടിക്കുന്നുവെന്നും കടകംപള്ളി സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാടിൽ. അത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടത്ര വേഗതയോടുകൂടി നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെന്നുള്ള ഒരു പോരായ്മയുണ്ട്. നീ അല്ലേലും മനസാക്ഷിയില്ലാത്തവരാണ്. ആണ് ദാസാ, ഞാൻ നിന്റെ ഒരു സുഹൃത്തായിരുന്നു. ആയിരുന്നു എന്ന് വെച്ചാ ഇപ്പോഴല്ലേ? അല്ല. മനുഷ്യന്മാർക്ക് മാറാതെയൊന്നും അരമടല്ല. വർഷങ്ങളായിട്ട് യാത്രാ സൗകര്യം നിഷേധിക്കപ്പെട്ട ജനങ്ങൾ നമ്മുടെ നഗരത്തിനകത്ത് എന്ത് ദ്രോഹ ചെയ്തെന്നല്ലേ? അമൃത് പദ്ധതിയുടെ ഭാഗമായി എത്ര ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാനേ അപ്പൊ കുട്ടനെ തട്ടുവന്ന് അയാൾ തറപ്പിച്ചു പറഞ്ഞു. രണ്ടാളും ഒരിടത്തുനിന്ന് കൊലപാതകം ഉണ്ടാവുന്ന പറഞ്ഞത്. സിവറേജ് പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള അമൃത് പദ്ധതി നടപ്പിലാക്കുമ്പോൾ 2, 3, 4 വർഷമായിട്ട് ജനങ്ങളെ തടവിലാക്കുന്നതായിട്ടുള്ള. മിസ്റ്റർ ദിഗംബരൻ, തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. ചില പദ്ധതികൾ നമ്മൾ തുടങ്ങി ആ പദ്ധതികൾ എവിടെയും എത്താതെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. തല പോയാലും ഒന്നും പറയൂലെന്ന് പറയുമ്പോ ശ്രദ്ധിച്ച് കേൾക്കണം. തല പോയാൽ ഒന്നും പറയില്ലെന്നാണ് പറഞ്ഞത്. തല പോയാൽ ചത്തുപോലേ, പിന്നെ എങ്ങനെ പറയാൻ പറ്റും? ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? അപ്പൊ എന്താണെന്ന് വെച്ചാ ഇവിടെ ഭയങ്കര പൊന്നീറ്റർ ശല്യം. ഞാൻ പോട്ടെ.